ഫാമിൽ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ 100% റിസൾട്ടും ഉണ്ട്. നമുക്ക് 3 പ്ലാന്റ്സിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഈ ഒറ്റ പ്ലാന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ റിസൾട്ടോട് കൂടിയാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം റേറ്റ് എന്നുള്ള പ്ലാന്റ് അല്ല, നമുക്ക് വളരെ അഫോർഡബിൾ റേറ്റിൽ ഓർക്കിഡ് ലവേഴ്സിന് വളർത്താൻ പറ്റുന്ന നമ്മളുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ വളരെ ഈസി ആയിട്ട് ഒരു പോച്ച വളരുന്ന പോലെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ്. ഇനി നേരിട്ട് വരാൻ പറ്റാത്തൊരു വിഷമിക്കേണ്ട, ഇന്ത്യയിൽ എവിടെ ഇരുന്ന് വേണമെങ്കിൽ നമ്മളുടെ സൈറ്റ് വഴി അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യണം. ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സിലൂസ് ഡയറീസ്. നമ്മളുടെ ഓർക്കിഡ്സിൽ മോണോപോഡിയൽ വെറൈറ്റികൾ, അതായത് ലെങ്തി ആയിട്ട് വളരുന്ന ഇതുപോലെ സ്പൈഡർ ഓർക്കിഡ് പോലെ, മൊക്കാറ പോലെ, വാൻഡ പോലെയൊക്കെ ലെങ്തി ആയിട്ട് വളരുന്ന പ്ലാന്റുകളാണ് മോണോപോഡിയൽ വെറൈറ്റീസ്. ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അടിപൊളി ടിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ തൈകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരുപാട് പൂക്കൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിനുള്ള ടിപ്സ് എന്താണെന്ന് നോക്കാം. നമ്മളുടെ ഫാമിൽ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ 100% റിസൾട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു ടിപ്പ് കണ്ടിട്ട്. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്ത് എന്നോട് പറയണം. നിങ്ങളുടെ റിസൾട്ട് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. എല്ലാവർക്കും ഭയങ്കര മടിയാണ് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബോടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്കറിയാവുന്ന ടിപ്സൊക്കെ ഞാൻ നമ്മുടെ വീഡിയോസിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മോണോപോഡിയൽ വെറൈറ്റികളിൽ എങ്ങനെ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാം, പൂക്കൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നോക്കാം. നമുക്ക് ഈ ഒരു പ്രൊപ്പഗേഷൻ ചെയ്യാനായിട്ട് വേണ്ടത് നമുക്ക് ഇതുപോലൊരു പ്ലാന്റ് ആണ്. അതായത് ഇത് ഒരു സ്പൈഡർ ഓർക്കിഡ് ആനി ബ്ലാക്ക് വെറൈറ്റിയാണ്. ഇത് യെല്ലോ റിബൺ വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെയൊക്കെ ഫ്ലവേഴ്സ് കാണാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു സിംഗിൾ പ്ലാന്റ് ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ഫാമിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലൊരു സ്റ്റെമ്മായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫാമിൻ്റെ പ്ലാന്റ് ആണ്. ഇപ്പം ഞാൻ പിഴുതെടുത്തുകൊണ്ട് വന്നതാണ്. കണ്ടോ, ഇതിങ്ങനെ തറയിൽ നട്ടിരുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു പ്ലാന്റ് ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ ഒരു പ്ലാന്റിനെ നമുക്ക് ഈ നല്ല സ്റ്റെമ്മ് നോക്കിയിട്ട് റൂട്ടുള്ള ഭാഗം കുറച്ച് നിർത്തിക്കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ലീഫ് ഇല്ലെങ്കിൽ ഒരു 80% ആണ് നമുക്ക് ചാൻസ് വരുന്നത് ഇത് കിളിർക്കാനായിട്ട്. അപ്പം ഈ ഒരു പ്ലാന്റ്സിനെ നമുക്കൊരു 3 പീസായിട്ട് വേണേൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളുടെ മോണോപോഡിയൽ വെറൈറ്റികൾ എപ്പോഴും വളർത്താനായിട്ട്, അതായത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാണ്ട് ഇത് 2 റൂട്ടുണ്ട് അവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്. കണ്ടോ, ഇതുപോലെ ഓരോ സ്റ്റെമ്മ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. ഇത് അടുത്ത വീണ്ടും ഇവിടെ വെച്ചിട്ട് നമുക്ക് വീണ്ടും കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത പ്ലാന്റ്സിൽ പുതിയ തൈകളും പൂക്കളും ഒക്കെ ഉണ്ടായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കട്ടൻറ്റുകളിൽ സാഫ് നമ്മൾ നല്ല തിക്ക് പേസ്റ്റായിട്ട് എടുത്തിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റിൽ നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ വേറെ ഇൻഫെക്ഷൻസ് ഒന്നും വരത്തില്ല. ഇനി സാഫിനെ പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം, ഫംഗിസൈഡുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്, മുകളിൽ കാർട്ടിലുണ്ട്. അപ്പോൾ കണ്ടു നോക്കിയാൽ സാഫിൻ്റെ പ്രയോജനങ്ങൾ അതുപോലെ പല ഫംഗിസൈഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയാൽ അറിയാനായിട്ട് കഴിയും. ഇനി നമുക്ക് നാച്ചുറൽ ഫംഗിസൈഡുകളുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണ്ട ഇപ്പം തന്നെ നമുക്ക് 3 പ്ലാന്റ്സിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് നമുക്ക് പുതിയ തൈകളിനെ എങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വരുന്നതെന്ന് കാണാം. അത് പോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. നമ്മൾ സാധാരണ ഒരു ചട്ടി എടുക്കുക, അകത്ത് കുറച്ച് മണ്ണുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതിനകത്ത് നമ്മൾ തൊണ്ടുകൾ ഇതുപോലെ അടുക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ മലർത്തിയാണ് കേട്ടോ അടുക്കുന്നത്. ഇങ്ങനെ അടുക്കി വെക്കുന്നു, കണ്ടോ. ഇനി നമ്മളിതിന് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ പ്ലാന്റ്സ്, നമ്മളിപ്പോൾ ഫംഗിസൈഡ് അപ്ലൈ ചെയ്തിരിക്കുന്ന പ്ലാന്റാണ്, അതിനെ അതുപോലെ എടുത്തിട്ട് ഇതാണ്ടേ ഇതുപോലെ കുത്തി നിർത്താനായിട്ടാണ് പോകുന്നത്. കണ്ടോ, ഫംഗിസൈഡ് പുരട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രോബ്ലംസും ഉണ്ടാവത്തില്ല. ഒരു ചട്ടിയിൽ നമുക്കൊരു 2-3-4 എണ്ണം ഒരുമിച്ച് വെച്ച് ടൈം വയ്ക്കാം. ഇങ്ങനെ വെച്ച്
വേണ്ട ഇത്രയും കാര്യമേ ഉള്ളൂ. ഇങ്ങനെ നട്ടു കൊടുക്കുക. നട്ടു കൊടുത്താൽ വളരെ നല്ലതാണ്, നല്ല ഈർപ്പമൊക്കെ നിലനിൽക്കും. ഇനി നട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാങ് ചെയ്ത് അങ്ങനെ ഇടുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ വളർത്തിയെടുത്ത കുറച്ച് പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. അപ്പം ഈ പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷൻ എടുക്കുവാണെങ്കിൽ കണ്ടോ, പുതിയ മുളകൾ ഈ കട്ടിങ്സിൽ നിന്നെല്ലാം തന്നെ പുതിയ പ്ലാന്റ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, വേറെയും പ്ലാന്റ്സ് ഉണ്ട്, നമുക്കതൊക്കെ കാണാം. അപ്പോൾ ഇതുപോലെ പുതിയ ഒരുപാട് തൈകൾ നമുക്ക് ഈ ഒറ്റ പ്ലാന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ റിസൾട്ടോട് കൂടിയാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇതിനെ എങ്ങനെ വളർത്തിയെടുക്കാം. സ്പൈഡർ ഓർക്കിഡ് ആകുമ്പോൾ തന്നെ ഒരുപാട് റേറ്റ് ഒന്നുമുള്ള പ്ലാന്റ് അല്ല, നമുക്ക് വളരെ അഫോർഡബിൾ റേറ്റിൽ ഓർക്കിഡ് ലവേഴ്സിന് വളർത്താൻ പറ്റുന്ന, നമ്മളുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ വളരെ ഈസി ആയിട്ട് ഒരു പോച്ച വളരുന്ന പോലെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഈ സ്പൈഡർ ഓർക്കിഡ്. പക്ഷേ മൊക്കാറയും നമ്മളുടെ വാൻഡയൊക്കെ കുറച്ചും കൂടി ഒരു കെയറിങ് വേണ്ട, അതായത് കുറച്ചും കൂടി അത് നല്ല വെറൈറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇതുപോലെ ചവറ് പോലെ എടുത്ത് കട്ട് ചെയ്യരുത്, അതിനെ ഒരു 2 പീസൊക്കെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്താൽ നല്ല രീതിയിൽ അതിലും ഒരുപാട് പുതിയ തൈകൾ ഇതുപോലെ കട്ട് ചെയ്താൽ ഉണ്ടാവും. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വളർത്താം. ഇനി ഇതിന് നമുക്ക് ഡെയിലി വെള്ളം ഒഴിക്കാം, ആഴ്ചയിൽ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാം. നമ്മൾ എന്ത് ഫെർട്ടിലൈസറാണ് ഓർക്കിഡ്സിന് കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ തുടങ്ങി വരുന്നു, അതായത് വേനൽ മഴയുണ്ട്, ചെറിയ മങ്ങിയ കാലാവസ്ഥയൊക്കെയാണ് പല സ്ഥലങ്ങളിലും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഗാനിക് ഫെർട്ടിലൈസർ കട്ട് ചെയ്തിട്ട് നിങ്ങൾ കെമിക്കൽ ഫെർട്ടിലൈസർ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത്രയും ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്ലാന്റ്സിൽ ഒരുപാട് പൂക്കളും ഒരുപാട് തൈകളും ഒക്കെ ഉണ്ടായിട്ട് ഭയങ്കര ഒരു ലക്ഷായി പ്ലാന്റ്സ് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക, റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി പ്ലാന്റ്സ് വേണം എന്നുള്ളവർക്ക് നമ്മളുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ sulosorchids.com വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഇനി നേരിട്ട് വരണം എന്നുള്ളവർക്കാണെങ്കിൽ നമ്മുടെ ഫാമിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട ഭരണിക്കാവ് ആയിക്കുന്നം കല്ലേലി ജംഗ്ഷനിലാണ് നമ്മളുടെ ഫാമിൻ്റെ ലൊക്കേഷൻ. നേരിട്ട് വന്നാൽ ഇഷ്ടമുള്ള പ്ലാന്റ്സ് കണ്ണ് നിറയെ കണ്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എല്ലാവർക്കും നേരിട്ടെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കൊല്ലം ട്രിവാൻഡ്രം ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഹൈവേക്ക് ഒരു 14 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് വരുന്നത്. അപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്നൊക്കെ കട്ട് ചെയ്താൽ വളരെ ഈസി ആയിട്ട് എത്താവുന്നതാണ്. അപ്പോൾ നേരിട്ട് വരാം. ഇനി നേരിട്ട് വരാൻ പറ്റാത്തൊരു വിഷമിക്കേണ്ട, ഇന്ത്യയിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമ്മളുടെ സൈറ്റ് വഴി അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ടിപ്സുമായിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.